Hi everyone, this is Yabin Say from Evika. iOS 26.4.1 റിലീസ് ആയിട്ട് ഇന്നത്തേക്ക് കറക്റ്റ് 1 വീക്കായി. ഈ ഒരു 1 വീക്ക് കൊണ്ട് എൻ്റെ ഡിവൈസിലുണ്ടായ പെർഫോമൻസ്, ബാറ്ററി ഹെൽത്ത് ആൻഡ് ഓവറോൾ എൻ്റെ ഡിവൈസിലുണ്ടായ ഫീഡ്ബാക്ക് എന്നിങ്ങനെ എല്ലാ കാര്യവും ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇതേപോലുള്ള ആപ്പിൾ കോണ്ടൻറ്റ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം കിടിലം വാൾപേപ്പേഴ്സും ആപ്പിൾ ന്യൂസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. സോ ദിസ് ഈസ് യു ബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക. ഏറ്റവും ആദ്യം ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഉണ്ടായ പെർഫോമൻസ് ചോദിക്കാം. എനിക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു 1 വീക്കിൽ എൻ്റെ ഡിവൈസ് ലഭിച്ചിരിക്കുന്നത്. എൻ്റെ iPhone 17 ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പെർഫോമൻസ് ലാഗിങ്ങോ ക്ലട്ടറിങ്ങോ മൈക്രോ സ്റ്റാർട്ടേഴ്സോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എസ്പെഷ്യലി ഞാൻ ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് സ്മൂത്തായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ പറയുന്ന ബ്രൗസിങ് സമയത്തും അതോടൊപ്പം വാട്സാപ്പ് സമയത്തും ആൻഡ് നമ്മുടെ എന്തെങ്കിലും ലോക്കലായിട്ട് ചെയ്യുന്ന ഈ പറയുന്ന വാട്സാപ്പിംഗ്, ഇൻസ്റ്റഗ്രാമിങ് ആൻഡ് എന്തെങ്കിലും നമ്മുടെ ഫോട്ടോസ് എടുക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത്. എനിക്ക് ഈ പറഞ്ഞ ഡിവൈസുകൾക്ക് ബഗ്ഗോ അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോഴും സ്മൂത്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓരോ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും. ഫാസ്റ്റായിട്ട് ലോഡായി, നമ്മുടെ ഫോട്ടോസ് ആപ്പ് ലോഡായിട്ടുണ്ട്. മാപ്സ് നമുക്കെടുക്കാം, മാപ്സും അത്യാവശ്യം ഫാസ്റ്റായിട്ട് ലോഡായിട്ടുണ്ട്. ഇനി കലണ്ടർ ആപ്പ് എടുക്കാം, എല്ലാം ഫാസ്റ്റായിട്ട് ലോഡാകുന്നുണ്ട്. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ റീസെൻ്റ് ആപ്സിൽ അത്യാവശ്യം കുറേയധികം ആപ്ലിക്കേഷൻസ് ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. റീസെൻ്റ് ആപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ കളയാറില്ല. കാരണം ആപ്പിളിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഐഫോൺ അനുസരിച്ച് റീസെൻ്റ് ആപ്ലിക്കേഷൻ കളഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഐഫോണിലെ പെർഫോമൻസ് ലാഗ് ആവാനോ അതോടൊപ്പം തന്നെ റെഡ്യൂസ് ആവാനോ ചാൻസ് ഇല്ല. അടുത്തത് ബാറ്ററി പെർഫോമൻസ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ എൻ്റെ ഡിവൈസിലെ ബാറ്ററി ഹെൽത്ത് കുറവാണ്. 29% എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. സെറ്റിങ്സ് എടുക്കാം, ബാറ്ററി ഓപ്ഷൻ എടുക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് ചാർജ് ചെയ്തത് 67%. രാവിലെ 9:30 ആ ഒരു സമയം ഞാൻ ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രാവിലെ 9:30 ഞാൻ ചാർജ് കുത്തി 67 ആക്കിയത്. ഇപ്പോൾ 29% ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ ബാറ്ററി യൂസേജ് നോക്കുമ്പോൾ മനസ്സിലാവും. സഫാരി, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇന്ന് സ്ക്രീൻ ഓൺ ടൈം യൂഷ്വലിനെക്കാട്ടും കൂടുതലായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എല്ലാ ബാറ്ററി ചാർട്ട് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻ്റെ ഡിവൈസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 98% ആണ് എൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 244 എൻ്റെ ഡിവൈസ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത് 2025 സെപ്റ്റംബറിലാണ്. ഈ പറയുന്ന 2025 ഞാൻ ഡിവൈസ് വാങ്ങിച്ചിട്ട് ഈ ഒരു കൊല്ലം, അതായത് 2026 ഏപ്രിലായിട്ട് പോലും എനിക്ക് ബാറ്ററി സൈക്കിൾ കൗണ്ട് 244, അതോടൊപ്പം ബാറ്ററി ഹെൽത്ത് 98 ഉണ്ട്. ഇത് എങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ബാറ്ററി ചാർജിങ് പാറ്റേൺ ആണ്. ചാർജിങ് പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ 90ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി ചാർജിങ് ലിമിറ്റാണ് 90 എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡിവൈസിലും മാക്സിമം 90 തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെറ്റ് ചെയ്യുക. ഈ പറഞ്ഞ ഡിവൈസ് എത്ര ശതമാനത്തിലാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആ ഒരു കണക്ക് നോക്കാറില്ല. മേ ബി ഞാനിപ്പോൾ 40 ആകുമ്പോൾ ചിലപ്പോൾ കുത്തിയിടും, 20 ആകുമ്പോൾ കുത്തിയിടും, ചിലപ്പോൾ 15 ആകുമ്പോൾ കുത്തിയിടും. അങ്ങനെ എപ്പോൾ കുത്തിയിടും എന്നുള്ള പാറ്റേൺ ഞാൻ യൂഷ്വലി ഫോളോ ചെയ്യാറില്ല. പക്ഷേ അപ് ടു 90 വരെയാണ് ഞാൻ എപ്പോഴും ബാറ്ററി ചാർജ് ലിമിറ്റ് സെറ്റ് ചെയ്യാറ്. ഇനി ചില സമയത്താണ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ ചാർജ് കുത്തി കഴിഞ്ഞിട്ടും 100ലേക്ക് പോകുന്നത് കാണാറുണ്ട്. അതൊരു ബഗ്ഗോ കാര്യങ്ങളല്ല, നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ബാറ്ററി റീകാലിബ്രേറ്റ് ചെയ്യണം. എസ്പെഷ്യലി ആ ഒരു സിനാരിയോ കാണുന്നത് നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമാണ്. ഈ പറഞ്ഞ 90 ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടും ബാറ്ററി 100ലേക്ക് പോകും. ഈ പറഞ്ഞ ബാറ്ററി കാലിബ്രേഷൻ ഫോൺ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് പ്രിസർവ് ചെയ്യാനും അതോടൊപ്പം ബാറ്ററിയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഫോൺ തന്നെ ഉള്ളിൽ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അത് പ്രശ്നമോ ബഗ്ഗോ ഒന്നുമല്ല. ഇനി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങളുടെ ബാറ്ററി അത്യാവശ്യം ഡ്രെയിൻ ആവുന്നുണ്ടെങ്കിൽ 2 പോസിബിലിറ്റീസാണ് ഉള്ളത്. ഒന്നാമത്തെ, നിങ്ങളുടെ ഡിവൈസിൽ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാറ്ററി ഡ്രെയിനിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ സിനാരിയോ, എല്ലാ ആപ്ലിക്കേഷൻസും അപ് ടു ഡേറ്റ് ആണ് ഉറപ്പ് കൊടുത്തത്. കാരണം നമ്മുടെ ആപ്പ് സ്റ്റോർ എടുക്കാം, ആപ്പ് സ്റ്റോറിൽ ഇതേപോലെ നമ്മുടെ ആപ്പിൾ ഐ ഡിയിൽ ടച്ച് ചെയ്ത്
അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഈ അപ്ഡേറ്റ്സിൽ എല്ലാ ആപ്ലിക്കേഷൻസും അപ് ടു ഡേറ്റ് ആണ് ഉറപ്പ് കൊടുക്കുക. കാരണം എല്ലാ സോഫ്റ്റ്വെയറിലും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻസും അപ് ടു ഡേറ്റ് ആണ് ഉറപ്പ് കൊടുക്കുക. ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ആണ് കാണിക്കുന്നത്, അല്ല ഇവിടെ അപ്ഡേറ്റ് ആണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഡിവൈസിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. ആ ഒരു അപ്ഡേറ്റ് ആപ്ലിക്കേഷനിലും ചെയ്തിട്ടെന്ന് ഉറപ്പ് കൊടുക്കുക. വൈഫൈ ആണെങ്കിൽ പോലും ചില സമയത്ത് ഓട്ടോ അപ്ഡേറ്റ് നടക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫോഴ്സ്ഫുള്ളി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബഗ്ഗോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇതേപോലെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ്, ഗെയിംസ് എന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കളിക്കുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബഗ്ഗോ ക്ലട്ടറിങ്ങോ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടോ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ആപ്പ് സ്റ്റോറിൽ പോയി അപ് ടു ഡേറ്റ് ആണ് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങളുടെ ബാറ്ററി ജ്യൂസിൽ നന്നായിട്ട് കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത്, ഇനി ഈ ഒരു ഡിവൈസിൽ എനിക്കുണ്ടായ ഡിസ്പ്ലേ ഇഷ്യൂ ഉണ്ടായിരുന്നോ, തേർമൽ ഇഷ്യൂ ഉണ്ടായിരുന്നോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഡിസ്പ്ലേ ഇഷ്യൂ ആസച്ച് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കംപ്ലീറ്റ് ആയിട്ട് ഒരു പെർഫെക്റ്റ് ഡിസ്പ്ലേ ആണ് എനിക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ തേർമൽസിൻ്റെ കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ തേർമൽ ഇഷ്യൂ വരുന്നത് ഗെയിം കളിക്കുന്ന സമയത്ത് മാത്രമാണ്. ഞാൻ അത്യാവശ്യം ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു സമയത്താണ് എനിക്ക് ഡിവൈസ് ഈ ഒരു ഭാഗത്ത് ചൂടാവുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എക്സസീവായിട്ട് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഔട്ട്ഡോർ ആയാലും ശരി ഇൻഡോർ ആയാലും ശരി, നമ്മുടെ ക്യാമറ കുറേയധികം യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഡിവൈസ് ചൂടാവും. ഈ രണ്ട് സിനാരിയും ഓൾറെഡി നമുക്കറിയാം, അതൊരു നോർമൽ സിനാരിയോ ആണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം, ഇൻസ്റ്റഗ്രാമിൽ റീൽ കാണുകയാണ്, അതോടൊപ്പം യൂട്യൂബിൽ വീഡിയോ കാണുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഡിവൈസ് ചൂടാകുന്നുണ്ടെങ്കിൽ അത് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള സിനാരിയോ ആണ്. ആ ഒരു സിനാരിയോ നിങ്ങൾ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക, കുറച്ച് നേരം ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതെല്ലാം ചെയ്തിട്ടും ഡിവൈസ് ചൂടാകുന്നുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ ബഗ്ഗായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ, ഓതറൈസ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററിൽ എന്തായാലും അതൊന്ന് കൊണ്ടേ കാണിക്കുക. ഈ ഒരു അപ്ഡേറ്റിന് ശേഷവും എനിക്ക് ബഗ് ഫിക്സ് ആവാത്ത ഒരു കാര്യം, ഒന്നാമത് നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസിൽ ടാപ്പ് ടു സിറിയിലെ ഈ ടൈപ്പ് ടു സിറിയിൽ സജഷൻസ് ഇപ്പോഴും വരുന്നില്ല. ഞാൻ ജസ്റ്റ് ഫോട്ടോസും ടൈപ്പ് ചെയ്തു, ഫോട്ടോസും ഫോട്ടോഷോപ്പും ടെക്സ്റ്റിലാണ് വന്നിരിക്കുന്നത്, പക്ഷേ സജഷൻസ് ഒന്നും വന്നിട്ടില്ല. യൂഷ്വലി നമുക്കിവിടെ ഇങ്ങനെ കുറേ സജഷൻസ് വരും, ഫോട്ടോ, ഓപ്പൺ ഫോട്ടോ ആപ്ലിക്കേഷൻ, ഫോട്ടോ സെറ്റിങ്സ് എന്നിങ്ങനെ കുറച്ചധികം സജഷൻസ് വരും. അതൊന്നും ആപ്പിൾ ഇൻ്റലിജൻസിൽ വരുന്നില്ല. ഞാൻ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി, എന്നിട്ടും എനിക്ക് ആ ഒരു ബഗ് മാറിയിട്ടില്ല. സോ ഇതേപോലെ എന്തെങ്കിലും ബഗ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് എന്തായാലും സേഫായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ മേക്ക് ഷുവർ ഈ പറഞ്ഞ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിവൈസിന് ചുറ്റും നിങ്ങളൊന്ന് വീഡിയോ എടുത്ത് വെക്കുക. കാരണം എന്തെങ്കിലും ഒരു സിനാരിയോയിൽ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഡിസ്പ്ലേ പോവുകയാണെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ ആദ്യം ഒരു ഇൻസ്പെക്ഷൻ ചെയ്യും. ഡിവൈസിൻ്റെ ഈ പറഞ്ഞ ഫിസിക്കാലിറ്റി എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് അവർ നിങ്ങളോട് പറയുള്ളൂ ഇത് സോഫ്റ്റ്വെയർ ബഗ്ഗാണെന്ന്. അല്ലെങ്കിൽ പറയാൻ പോകുന്നത് ഇവിടെ ചെറിയൊരു ഡെൻ്റ് ഉണ്ട്, ആ ഒരു ഡെൻ്റ് കാരണം നിങ്ങളുടെ ഡിസ്പ്ലേ ട്രിഗർ ആയിരിക്കാം എന്ന് പറഞ്ഞ് അവർ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓവർ ദ എയർ ആണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഫോണിൽ തന്നെ അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഐട്യൂൺസ് വഴി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം രാത്രി അപ്ഡേറ്റ് ചെയ്യുക. രാത്രി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ പ്ലഗിനാണെന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട് വൈഫൈ മാത്രം ഓൺ ചെയ്യുക, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക. വേറെ കൊണ്ടല്ല, ഈ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കോൾ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ ഒരു അപ്ഡേറ്റ് ഇററായി പോയിക്കാനോ ബഗ് അടിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ബൂട്ട് ഡൂപ്പിൽ പോകാനോ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സേഫർ സൈഡ് ആവാൻ വേണ്ടി എപ്പോഴും രാത്രി ആകുമ്പോൾ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട് വൈഫൈ ഓൺ ചെയ്യുക. അപ്പോൾ ഇൻ്റർനെറ്റ് കിട്ടുമല്ലോ, എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന വൈഫൈ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക. സോ അത്രമാത്രം ഫോൺ കുറച്ചും കൂടെ സേഫറാക്കി വെക്കാനാണ് ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞത്. യൂസ്ഫുൾ ആകും എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ പുതിയ കുറേയധികം കലറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതേപോലെ കിടിലം വാൾപേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്താൽ മതി. എല്ലാ പുതിയ വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. അതോടൊപ്പം യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസും ബാക്കി കാണണം നിങ്ങൾക്കറിയാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.